നമസ്തേ, ജ്യോതിർമയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നല്ല ഭംഗിയായിട്ട് ഒരു പാട്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളുടെ വില്ലനായിട്ട് വരുന്ന ഒരാളാണ് നേസൽ ടോൺ. എങ്ങനെ നമുക്കിതിൽ നിന്നൊന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും? നമ്മളുടെ ഓരോരുത്തരുടെയും ശബ്ദത്തിൻ്റെ ക്വാളിറ്റി ഡിഫറെൻ്റ് ആണ്, ക്യാരക്ടർ ഡിഫറെൻ്റ് ആണ്, ടോൺ ഡിഫറെൻ്റ് ആണ്, ടെക്സ്ചർ ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് സ്വതസിദ്ധമായിട്ടൊരു നേസൽ ടോൺ കിടക്കും. എൻ്റെ ശബ്ദത്തിന് നേസൽ ടോൺ ഉള്ളതാണ്, അതിനെ എനിക്ക് മാറ്റാൻ പറ്റില്ല, കാരണം എൻ്റെ അമ്മയുടെ ശബ്ദമാണ് എനിക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ ജനിക്കുമ്പോഴേ നമുക്ക് വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ആരാധിക്കുന്ന പല സിംഗേഴ്സിൻ്റെയും ഐഡൻറ്റിറ്റി തന്നെ അവരുടെ നേസൽ ടോൺ ആണ്. അതൊരു അഭംഗിയല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പം ഞാൻ പാടുകയാണ് സാ, ഓക്കെ, സാ. ആ സൗണ്ട്, ആ ടോണിൻ്റെ ചേഞ്ച് കണ്ടോ? സാ രേ ഗ മ പ ധ നി. എന്താണ് ഒരു റെമഡി? എങ്ങനെ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും? അതിനൊരു ഈസി വേ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഇതാ ഇവിടെ ഒന്ന് പിടിച്ചു നോക്കുക, ഇവിടെ ഒന്ന് പിടിക്കുക. ഇവിടെ നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് സാ സാ രേ ഗ മ പ ധ നി സാ നമ്മൾ പാടുന്ന സമയത്ത് ഏത് പാട്ടും കേട്ടോ, ഞാനിപ്പം ജസ്റ്റ് നോട്ട്സ് പാടിയെന്നേ ഉള്ളൂ. നമ്മളിവിടെ ടച്ച് ചെയ്യുമ്പോൾ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മൂക്കിലൂടെയാണ് കൂടുതൽ ശ്വാസം ഏറെ പുറത്തേക്ക് പോകുന്നത്. നേസൽ ടോൺ വരാൻ സാധ്യത കൂടുതലാണ്. നമ്മൾ പ്രഷർ കൊടുക്കുന്നത് ഇവിടെയാണ്. ഇത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. സാ സാ എന്ന് വന്നാൽ ഇവിടെ പ്രഷർ ഫീൽ ചെയ്യും. അപ്പം ഇത് ഒഴിവാക്കിക്കൊണ്ട് ഈ രീതിയിൽ ഒരു സെൽഫ് സ്റ്റഡിയിലൂടെ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് ഞാനായിട്ട് പറയുന്ന ഒരു ടെക്നിക്കല്ല, നമ്മൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള സിംഗേഴ്സിൽ നിന്ന് അവർ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും അത് ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു, അതുകൊണ്ട് മാത്രം ഷെയർ ചെയ്യുന്നു.